നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ബിൽക്കിസ് മിർ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഓൺ ദ പാരീസ് ഒളിമ്പിക്സ് ജൂറി. അപ്പോ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു ലേഡിയാണ് ബിൽക്കിസ് മിർ. അവരാണ് ആദ്യമായിട്ട് പാരീസ് ഒളിമ്പിക്സിൽ ജൂറി മെമ്പർ ആകുന്ന ഇന്ത്യൻ വനിത. അപ്പോ പാരീസ് ഒളിമ്പിക്സ് സമ്മർ പാരീസ് ഒളിമ്പിക്സ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അത് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിൽക്കിസ് ഇത് കൂടാതെ പ്രീവിയസ് ഇയറിൽ നടന്ന ഏഷ്യൻ ഗെയിംസ്, അത് ചൈനയിലെ ഹാൻഗ്സൂവിൽ വെച്ചിട്ടാണ് നടന്നത്, അവിടെ ജൂറി മെമ്പറായിട്ട് അവർ സെർവ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, മീനീഷ് ഷാ ഇലക്ടഡ് ആസ് ചെയർമാൻ ഓഫ് NCDFI. NCDFI എന്ന് പറയുന്നത് നാഷണൽ കോർപ്പറേറ്റ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇത് നാഷണൽ ലെവൽ എഫക്ട് ഡയറി കോപ്പറേറ്റീവ് ആണ്. അതിന്റെ ഹെഡ് ആയിട്ടാണ് മിനീഷ് ഷാനെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. വിപ്രോ അപ്പോയിന്റ്സ് ശ്രീനി പാലിയ CEO and MD. അപ്പൊ വിപ്രോ അവരുടെ പുതിയ CEO and MD-നെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീനി പാലിയാണ് അതിന്റെ പുതിയ ചീഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർമർ ജഡ്ജ് നാജ്മി വസീറി ടു ഹെഡ് കമ്മിറ്റി ഫോർ ഡൽഹി ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ. ഇപ്പൊ ഡൽഹി ഹൈക്കോർട്ട് റീസെന്റ് ഒരു ഫോർമർ ജഡ്ജ് ആയിട്ടുള്ള ജസ്റ്റിസ് നാജ്മി വസീറിനെ ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റിയുടെ ഹെഡ് ആയിട്ട്, അതായത് ഡൽഹി ഫോറസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അത്, അതിന്റെ ഹെഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നു. ജസ്റ്റിസ് വസീറിക്ക് ഒരു നിക് നെയിം ഉണ്ട്, ഗ്രീൻ ജഡ്ജ് എന്ന്. അതായത് അദ്ദേഹത്തിന്റെ കൂടുതൽ ഓർഡേഴ്സും ആ സിറ്റിയിലെ ഗ്രീൻ കവർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്. നെക്സ്റ്റ്, സിതാസ് കാൺപുരാസ് മെയ്ഡ് ഇൻ മഹാരാഷ്ട്രാസ് മിറാജ് ടൗൺ ഗെറ്റ് GI ടാഗ്. അപ്പൊ പുതിയ GI ടാഗ് കിട്ടിയിരിക്കുകയാണ്. ഇപ്രാവശ്യം മഹാരാഷ്ട്രയിലെ സാംഗ്ലി ഡിസ്ട്രിക്റ്റിലെ ചെറിയ ടൗൺ ആയിട്ടുള്ള മിറാജിലെ സിതാറിനും കാൺപുറാസിനുമാണ് കിട്ടിയത്. ആക്ച്വലി ഇത് വളരെ കാലപ്പഴക്കത്തോടെ ഉള്ള ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. അവർ തലമുറകളായി തുടർന്നു വന്നിരിക്കുന്ന ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. അപ്പൊ ഈ ട്രഡീഷൻ എന്ന് പറയുന്നത് ഏകദേശം 300 years എഗോ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ 7 ജനറേഷൻ ഓഫ് ക്രാഫ്റ്റ്മാൻ ആണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന വുഡ് എന്ന് പറയുന്നത്, അതായത് മിറാജ് സിതാറും കാൺപുറാസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന വുഡ് കർണാടകയിലെ ഫോറസ്റ്റിൽ നിന്നാണ് അവർ പ്രൊക്വയർ ചെയ്യുന്നത്. കൂടാതെ പംകിൻ കോഡ്സ് അവരെടുക്കുന്നത് മംഗൾവേദ റീജിയൻ, മഹാരാഷ്ട്രയിലെ സോലാപൂർ ഡിസ്ട്രിക്റ്റിലെ മംഗൾവേദ റീജിയനിൽ നിന്നാണ്. നെക്സ്റ്റ്, പരിവർത്തൻ ചിന്താൻ, എ ട്രൈ സർവീസ് കോൺഫറൻസ് ബൈ ഡിഫൻസ് മിനിസ്ട്രി. ഇപ്പൊ പരിവർത്തൻ ചിന്താൻ എന്ന് പറയുന്ന ഒരു ട്രൈ സർവീസ് കോൺഫറൻസ് ആണ്. അത് പുതിയ ഐഡിയാസ്, ഇന്നോവേറ്റീവ്സ്, റീഫോംസ് ഇതെല്ലാം ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു ഇന്റഗ്രേഷനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് നടന്നത് ന്യൂഡൽഹിയിൽ 8 April 2024 അപ്പൊ ഇതൊരു ഡേ ലോങ് ഡിസ്കഷൻ ആയിരുന്നു. ഇത് ചെയർ ചെയ്ത ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ അനിൽ ചൗഹാൻ. ചിന്താൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ഓൾ ട്രൈ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡ് കോൺഫറൻസ് ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സും അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജനറൽ മനോജ് പാണ്ഡെ ആണ് ആർമി സ്റ്റാഫിന്റെ ചീഫ്. നേവൽ സ്റ്റാഫിന്റെ ചീഫ് അഡ്മിറൽ R. ഹരികുമാർ ആണ്. എയർ സ്റ്റാഫിന്റെ ചീഫ് എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരിയാണ്. INS ഷാർദ awarded on the spot unit citation for anti-piracy operations. അഡ്മിറൽ R. ഹരികുമാർ നേവൽ സ്റ്റാഫിന്റെ ചീഫാണ്. അദ്ദേഹം സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഈ INS ഷാർദയ്ക്ക് ഓൺ ദ സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുത്തത്. ഈ ഷിപ്പ് എന്ന് പറയുന്നത് 19 ക്രൂ മെമ്പേഴ്സിനെ ഇറാനിയൻ ഫിഷിംഗ് വെസലില് ഒമാറിയിൽ വെച്ചിട്ട് ഹോസ്റ്റേജ് ആയ 19 ക്രൂ മെമ്പേഴ്സ്, അതിൽ 11 ഇറാനിയൻസും 8 പാകിസ്ഥാനിയും ഉണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി സഹായിച്ച ഒരു ഷിപ്പാണ് ഇത്. അതിന്റെ ഒരു ഓണർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്. നെക്സ്റ്റ്, IWF വേൾഡ് കപ്പ് 2024. വിദ്യാ റാണി ദേവി വിൻസ് ബ്രോൺസ് മെഡൽ. വിദ്യാ റാണി ദേവി എന്ന് പറയുന്നത് മണിപ്പൂരുകാരിയാണ്. അവർക്ക് ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് 2022 സിൽവർ മെഡൽ കിട്ടിയിരുന്നു. ഇപ്പൊ IWF വേൾഡ് കപ്പ് 2024 അത് തായ്ലൻഡിലെ ഫൂക്കറ്റിൽ വെച്ചിട്ടാണ് നടന്നത്. അവിടെ ബ്രോൺസ് മെഡൽ അവർക്ക് കിട്ടി. നോൺ ഒളിമ്പിക് വുമൻസ് 55 kg കാറ്റഗറിയിലാണ് അവർ കോമ്പീറ്റ് ചെയ്തത്. വിദ്യാ റാണി ദേവി ടോട്ടൽ ലിഫ്റ്റ് ചെയ്തത് 196 കിലോഗ്രാം ആണ്. അവര് ക്ലീൻ ആൻഡ് ജർക്ക് കാറ്റഗറിയിൽ സിൽവർ മെഡലും കരസ്ഥമാക്കി. നെക്സ്റ്റ്, കുത്തബ് മിനാർ ഇല്ലുമിനേറ്റ്സ് ഇൻ റിമംബറൻസ് ഓഫ് റുവാണ്ട ജീനോസൈഡ് ഓഫ് 1994. അപ്പൊ 1994 നടന്ന ജീനോസൈഡിനെ റിമെമ്പർ ചെയ്തുകൊണ്ട് കുത്തബ് മിനാർ ഇല്ലുമിനേറ്റ് ചെയ്യുകയുണ്ട്. അതായത് UN-ന്റെ ഇന്റർനാഷണൽ ഡേ ഓഫ് റിഫ്ലക്ഷൻ ആണ് 7th April. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇത് നടന്നത്.
അപ്പൊ കുത്തബ് മിനാർ എന്ന് പറയുന്നത് റാന്തൻ നാഷണൽ ഫ്ലാഗിന്റെ കളേഴ്സ് എക്സിബിറ്റ് ചെയ്തിട്ടാണ് ഇല്ലുമിനേറ്റ് ചെയ്തത് April 7. അപ്പൊ ഏകദേശം 80,000 ആളുകളോളം കൊല്ലപ്പെട്ട ഒരു മസാക്രി ആയിരുന്നു അന്ന് നടന്നത്. അപ്പൊ 1994 ഈ ഡേയില് ഹുത്തു എത്തനിക് ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റി എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ 100-day കില്ലിംഗ് സ്പ്രീ ലോഞ്ച് ചെയ്യുകയും അത് തുത്സി മൈനോറിറ്റി അതുപോലെ ഹുത്തു മോഡറേറ്റ്സിനെയൊക്കെ സ്ലോട്ടർ ചെയ്യുകയും ചെയ്തു. 1994 റുവാണ്ട ജിനോസൈഡ്. അത് വളരെ 20th സെഞ്ചുറി തന്നെ വളരെ ബ്ലഡിയസ്റ്റ് ആയിട്ടുള്ള മസാക്രി ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, നോർത്ത് അമേരിക്ക വിറ്റ്നസ് റയർ ആസ്ട്രോണമിക്കൽ ഫിനോമിനൻ ടോട്ടൽ സോളാർ എക്ലിപ്സ്. April 8 ടോട്ടൽ സോളാർ എക്ലിപ്സ് നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങളിൽ കണ്ടിരുന്നു. മെയിൻ ആയിട്ട് മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു സോളാർ എക്ലിപ്സ് വിസിബിൾ ആയിരുന്നു. റോയൽ മ്യൂസിയം ഗ്രീൻവിച്ചിന്റെ അഭിപ്രായത്തിൽ എർത്തിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ ഒരു പ്രാവശ്യം മാത്രമേ അപ്പിയർ ആകുകയുള്ളൂ. ഏകദേശം 400 വർഷങ്ങൾക്ക് മുന്നാണ് ഇത് അപ്പിയർ ആയിരുന്നത്. ഇനിയും ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഇനി നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് സോളാർ എക്ലിപ്സ് എന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അതും കൂടെ നോക്കാം. അപ്പൊ മൂണും എർത്തിന്റെയും സണ്ണിന്റെയും ഇടയിൽ മൂൺ വരുന്ന ഒരു ഫിനോമിനൻ ആണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൂൺ എന്ത് ചെയ്യും? സണ്ണിൽ നിന്നുള്ള ലൈറ്റിനെ ഭൂമിയിലെത്താതെ പാർഷ്യലിയോ ഫുള്ളിയോ തടഞ്ഞു നിർത്തും. അങ്ങനെ ഒരു ഹ്യൂജ് ഷാഡോ ഉണ്ടാക്കും. വേൾഡിൽ പല ഭാഗങ്ങളിലും ഈ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഫുൾ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്ന സമയങ്ങളിൽ ഇരുട്ടായിരിക്കും. അപ്പൊ മൂൺ കംപ്ലീറ്റ്ലി സണ്ണിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എർത്തിൽ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. അതായത് പാത്ത് ഓഫ് ടോട്ടാലിറ്റി, അതായത് ടോട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡാർക്കനിങ് ഓഫ് സ്കൈ, അതിനാണ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സണ്ണിന്റെ കൊറോണ നമുക്ക് ആ സമയത്ത് വിസിബിൾ ആണ്, അതായത് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ. സാധാരണ രീതിയിൽ സണ്ണ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അത് അത്ര വിസിബിൾ ആകില്ല. പക്ഷെ സോളാർ എക്ലിപ്സിന്റെ സമയത്താണ് സണ്ണിന്റെ കൊറോണ നമുക്ക് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആകുക. അപ്പൊ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ന്യൂമൂണിന്റെ സമയത്താണ് നമുക്ക് വിസിബിൾ ആകുന്നത്. മൂണും സണ്ണും എർത്തും ഒരേ അലൈൻമെന്റിൽ സെയിം സൈഡിൽ വരണം. അപ്പൊ പുതിയ മൂൺ എന്ന് പറയുന്നത് 29.5 ഡേയ്സിൽ ഒരു ഇതിലാണ് ഗ്യാപ്പിലാണ് ഒക്കൂർ ചെയ്യുക. ബിക്കോസ് മൂണിന് എർത്തിനെ ഓർബിറ്റ് ചെയ്ത് വരാൻ അത്രയും ടൈം ആണ് എടുക്കുന്നത്. നെക്സ്റ്റ്, H5N1 ബേർഡ് ഫ്ലൂ ബിഹൈൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെഡ് പെൻഗ്വിൻസ് ഇൻ അന്റാർട്ടിക്ക. ഒരു സയന്റിഫിക് എക്സ്പെഡിഷൻ നടത്തിയപ്പോൾ അന്റാർട്ടിക്കയിലെ എഡലി പെൻഗ്വിൻസിൽ 532ഓളം ഡെഡ് ആയതിനെ ഡിസ്കവർ ചെയ്തു. അപ്പൊ സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ റിസർച്ചേഴ്സ് സസ്പെക്ട് ചെയ്യുന്നത് H5N1 എന്ന് പറയുന്ന ബേർഡ് ഫ്ലൂ വൈറസ് ആണ് ഈ പെൻഗ്വിൻസിനെ കിൽ ചെയ്ത് എന്നുള്ളതാണ്. H5N1 എന്ന് പറയുന്നത് ബേർഡ് ഫ്ലൂ കുറച്ചും കൂടെ അഗ്രസീവ്ലി വൈൽഡ് ലൈഫിലാണ് സ്പ്രെഡ് മോർ അഗ്രസീവ്ലി ഇൻ വൈൽഡ് ലൈഫ് ദാൻ എവർ ബിഫോർ സിൻസ് അറൈവിംഗ് ഇൻ സൗത്ത് അമേരിക്ക ഇൻ 2022 സൗത്ത് അമേരിക്കയിൽ വന്നതിനേക്കാൾ വളരെ അഗ്രസീവ് ആയിട്ടാണ് ഇത് വൈൽഡ് ലൈഫിൽ സ്പ്രെഡ് ആകുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് ഓഫ് H5N1 എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിൽ ഫെബ്രുവരിയിൽ കൺഫേം ചെയ്തിരുന്നു. ബേർഡ് ഫ്ലൂ എന്നത് കൂടെ നമുക്ക് ഒന്ന് നോക്കി വെക്കാം. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നാണ് ആ ബേർഡ് ഫ്ലൂവിന്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത്. അതിനാണ് ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ബേർഡ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഓർത്തോ മിക്സോ വൈറിയുടെ ഫാമിലിയിലെ ഒരു വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. H5N1 വൈറസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ ടൈപ്പ് എ എന്ന വൈറസിന്റെ ഒരു സബ് ടൈപ്പ് ആണ്. ഇത് ഹൈലി ഇൻഫെഷ്യസ് ആണ്. സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസസ് ബേർഡ്സിൽ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്. ഹ്യൂമൻ കേസസിൽ H5N1 ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഒക്കേഷണലി ഒക്കൂർ ചെയ്യാറുള്ളൂ. പക്ഷെ പീപ്പിൾസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് 60% ആണ്. അപ്പൊ നമ്മളെയും അത് എഫക്ട് ചെയ്യും എന്നറിഞ്ഞിരിക്കണം. മോസ്റ്റ് കോമൺ വേ ഫോർ ദ വൈറസ് ടു എൻ്റർ ദ ടെറിട്ടറി, ഒരു ടെറിട്ടറിയിലേക്ക് ആ വൈറസ് എൻ്റർ ചെയ്യാനുള്ള ഒരു മോസ്റ്റ് കോമൺ വേ എന്ന് പറയുന്നത് മൈഗ്രേറ്ററി വൈൽഡ് ബേർഡ്സ് വഴിയാണ്. നെക്സ്റ്റ്, സാം പിത്രോഡാസ് ന്യൂ ബുക്ക് ദ ഐഡിയ ഓഫ് ഡെമോക്രസി. അപ്പൊ ഇത് ഡെമോക്രസിയുടെ കറന്റ് സ്റ്റാറ്റസ്, അതിന്റെ പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ലൈക്ക് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള കൺട്രീസിൽ, അതാണ് ഈ ബുക്കിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്. സാം പിട്രോഡയുടെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ടെലികോം റവല്യൂഷൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹി വാസ് ദ ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഇന്ത്യസ് ടെലികോം കമ്മീഷൻ. ഇന്ത്യയിലെ ടെലികോം കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ഫൗണ്ടറും അദ്ദേഹമാണ്. ഇന്ത്യൻ ടെലികോം റവല്യൂഷന്റെ ഫാദർ ആണ് അദ്ദേഹം. യെല്ലോ റവല്യൂഷന്റെ ഫാദർ ആയിട്ടും അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി. Sumit Nagal becomes first Indian to win Monte Carlo Masters Singles main draw in 42 years. സുമിത് നഗൽ എന്ന് പറയുന്നത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത്
മോണ്ടെ കാർലോ മാസ്റ്റേഴ്സിന്റെ മെയിൻ റോള് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഇറ്റലിയിലെ മറ്റിയോ അർണാൾഡി എന്ന് പറയുന്ന ആളെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത്. മെയിൻ റോളിൽ എത്തുന്ന, അതായത് മാൻഡോ കാർലോ എന്ന് പറയുന്ന മെയിൻ റോളിൽ എത്തുന്ന തേർഡ് ഇന്ത്യൻ ആണ് അദ്ദേഹം. വിജയ് അമൃതരാജ് 1977-ലും രമേശ് കൃഷ്ണൻ 1982-ലും ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തിരുന്നു. നഗൽ എന്ന് പറയുന്നത് ATP മാസ്റ്റേഴ്സ് 1000 മാച്ചിൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യനും കൂടെയാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് സ്പോർട്സ് ന്യൂസുകൾ നമുക്ക് നോക്കാം. മാക്സ് വേഴ്സ്തപ്പൻ വോൺ ജപ്പാനീസ് F1 ഗ്രാൻഡ് പ്രിക്സ്. ആ ഗ്രാൻഡ് പ്രിക്സ്, ജപ്പാനീസ് F1 ഗ്രാൻഡ് പ്രിക്സ് മാക്സ് വേഴ്സ്തപ്പന് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ ഷട്ട്ലേഴ്സ് അനുപമ ഉപാധ്യായ and M തരുൺ clinched their single titles at Kazakhstan International Badminton Challenge Tournament. കസക്കിസ്ഥാൻ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചലഞ്ച് ടൂർണമെന്റിലും ഇന്ത്യക്ക് വിജയമാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ്, ദ സുവിധ പോർട്ടൽ. സോ ഇതൊരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ആണ്. അതായത് എല്ലാ പ്രോസസ് ഓഫ് ഓൾ ഇലക്ഷൻ permission of the Election Commission of India launched an application called Suvidha Portal. Election Commission of India ആണ് Suvidha Portal related to election. ഇതിൽ റാലീസ് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ അതിന് വേണ്ട പെർമിഷൻ കൊടുക്കുക, ടെമ്പററി പാർട്ടി ഓഫീസസ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ, ഡോർ ടു ഡോർ കാൻവാസിംഗിനുള്ള പെർമിഷൻ, വീഡിയോ വാന്, ഹെലികോപ്റ്റേഴ്സ്, വെഹിക്കിൾ പെർമിറ്റ്സ്, പാംലെറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ട പെർമിഷൻസ് ആണ് ഈ ഒരു പോർട്ടൽ വഴി പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു സിസ്റ്റമാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഇന്നോവേറ്റീവ് ഇലക്ഷൻ ഇനീഷ്യേറ്റീവ്. പഞ്ചാബ് ലോഞ്ചസ് ബൂത്ത് റാബ്ധ വെബ്സൈറ്റ്. ഒരു സ്പെഷ്യൽ വെബ്സൈറ്റ്, അതിന്റെ പേരാണ് ബൂത്ത് റാബ്ധ. അത് പഞ്ചാബിലാണ് ലോഞ്ച് ചെയ്തത്. ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻസും ഫെസിലിറ്റീസും ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബൂത്ത് റാബ്ധ എന്ന് പറഞ്ഞാൽ ബൂത്ത് കോൺടാക്ട് എന്നാണ് അർത്ഥം. അതായത് ഈ വെബ്സൈറ്റിലൂടെ പഞ്ചാബിലെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ്, ഗെയിൽ വിൻസ് 15th CIDC വിശ്വകർമ്മ അവാർഡ് ഫോർ ഭറൂണി ഗുവാഹട്ടി പൈപ്പ്ലൈൻ. ഗെയിൽ എന്ന് പറയുന്നത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഓയിൽ ആയിട്ട്, പെട്രോളിയം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒന്നാണ്. ഇപ്പൊ ഇവര് 15th CIDC വിശ്വകർമ്മ അവാർഡ് ഗെയിലിന് കിട്ടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അച്ചീവ്മെന്റ് അവാർഡ് ഫോർ ബെസ്റ്റ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് കാറ്റഗറി. ഏത് പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ്? ഭറൂണി ഗുവാഹട്ടി നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്ടിന് വേണ്ടിയിട്ട്. ഇത് 718 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു പൈപ്പ് ലൈൻ ആണ്. ഇത് ബീഹാറിലൂടെയും വെസ്റ്റ് ബംഗാളിലൂടെയും അസാമിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇതിന് ബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റ് 3,992 crore ആണ്. ഗെയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുപോലെ മഹാരാഷ്ട്രയിലെ PSU മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ കീഴിലാണ് ഇത് വരുന്നത്. BGPL പ്രൊജക്ട് എന്ന് പറയുന്നത് ജഗദീഷ്പൂർ, ഹാൽദിയ ആൻഡ് ബൊക്കാറോ ധർമ്മ പൈപ്പ് ലൈൻ പ്രൊജക്ടിന്റെ തന്നെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ നാഷണൽ ഗ്യാസ് ഗ്രിഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു പൈപ്പ് ലൈൻ ആണ്. ഗെയിലിന്റെ ഡയറക്ടർ, ഈ പ്രൊജക്ടിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ദീപക് ഗുപ്തയാണ്. നെക്സ്റ്റ്, സാഗർ കവച് 2024 കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസ് ഇൻ ലക്ഷദ്വീപ് ഐലൻഡ്. അപ്പൊ 2 ഡേ എക്സസൈസ് ആണിത്. മാരിടൈം സെക്യൂരിറ്റി ഏജൻസീസ് കൺട്രിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ലക്ഷദ്വീപ് ഐലൻഡ്സിൽ April 1 മുതൽ 2 വരെയാണ് നടന്നത്. ഇന്ത്യൻ നേവി, കോസ്റ്റൽ ഗാർഡ്, മെറൈൻ പോലീസ്, ഫിഷറീസ്, കസ്റ്റംസ്, അതുപോലെ ബാക്കി സെക്യൂരിറ്റി ഏജൻസീസ് ഒക്കെ ഈ കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഈ മാർച്ച് ഏർലിയറിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ വെച്ച് കണ്ടക്ട് ചെയ്തിരുന്നു. 10th April വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്. അപ്പൊ 10th April എല്ലാ വർഷവും ഹോമിയോപ്പതി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അത് ഡോക്ടർ സാമുവൽ ഹനുമാൻ എന്ന് പറയുന്ന ഹോമിയോപ്പതിയിലെ ഫൗണ്ടറുടെ ബർത്ത് ആനിവേഴ്സറി ആണ്. അപ്പൊ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ടൈം ഗെയിൻഡ് പ്രോമിനൻസ് ഇൻ 19th century. 19th century വളരെ പ്രോമിനൻസ് കിട്ടിയിരുന്നു. ജർമ്മൻ ഫിസിഷ്യനും കെമിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള സാമുവൽ ഹനുമാൻ ആണ് ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒറിജിന് ശേഷം 15th century BC ആയപ്പോൾ
father of medicine, Hippocrates introduced homeopathy remedies to his medicine chest. അപ്പൊ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് 2024 തീം ഹോമിയോ പാരിവ വൺ ഹെൽത്ത് വൺ ഫാമിലി എന്നുള്ളതാണ്. മനോജ് പാണ്ഡ ഇസ് ന്യൂ മെമ്പർ ഓഫ് ദി 16th ഫിനാൻസ് കമ്മീഷൻ. ഇപ്പൊ ഒരു ഫുൾ ടൈം മെമ്പർ ആയിട്ടാണ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ അജയ് നാരായൺ ഝാ ഫുൾ ടൈം മെമ്പർ ആണ്. ശ്രീമതി ആനി ജോർജ് മാത്യു ഫുൾ ടൈം മെമ്പർ ആണ്. ഡോക്ടർ നിരഞ്ജൻ രാജദ്യാക്ഷ ഫുൾ ടൈം മെമ്പർ ആണ്. ഡോക്ടർ സൗമ്യ ഗാന്ധി ഘോഷ് പാർട്ട് ടൈം മെമ്പർ ആണ്. നെക്സ്റ്റ് ഫിനാൻസ് കമ്മീഷൻ എന്താന്ന് നോക്കാം. മെയിൻ ആയിട്ട് 16th ഫിനാൻസ് കമ്മീഷൻ പുതിയത് എന്താന്ന് നോക്കാം. 16th ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 31st ഡിസംബർ 2023 ഇത് ശ്രീ അരവിന്ദ് പൻകാരി ആയിരുന്നു അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. 16th ഫിനാൻസ് കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ അവൈലബിൾ ആക്കുന്നത് October 31st 2025 കൂടിയാണ്. അപ്പൊ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്, അതായത് 5 വർഷത്തേക്കാണ്, 1st April 2026 വരെ. 111-year-old John Alfred Tinniswood from England becomes world's new oldest man. അപ്പൊ ഇതിന് മുന്നേ 114 വയസ്സുള്ള ജുവാൻ വിൻസെന്റ് പെരീസ് വെനിസ്വേലയിലെ ഒരു ജീവിച്ചിരുന്ന ഒരു സിറ്റിസൺ ആണ്. അദ്ദേഹം റീസെന്റ് ആയിട്ട് മരിച്ചു പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ശേഷം കൂടുതൽ പ്രായമുള്ള, അതായത് വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തിയാണ് ഈ ജോൺ ആൽഫ്രഡ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത്. IPS officer Love Kumar appointed as IG in Special Protection Group. ഇത് എലൈറ്റ് ഫോഴ്സ് ആണ്. സ്പെസിഫിക്കലി കൺട്രീസ് പ്രൈം മിനിസ്റ്റർ, ഫോമർ PMs അതുപോലെ അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ആണ്. 1985 ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മുടെ മുൻ PM ആയിരുന്ന ഇന്ദിരാഗാന്ധിജീനെ 1984 കിൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലോസ് ആയിരുന്ന സെക്യൂരിറ്റീസിൽ തന്നെയാണ് അവര് മരണത്തിന് കാരണമായത്. അപ്പൊ അതിനുശേഷമാണ് ഇത് കൊണ്ടുവന്നത്. SPG ആക്ട് 1988 ആണ് ഇത് ഈ SPG കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ലീഗൽ ബേക്കപ്പ് കൊടുക്കുന്നത്. ജയരാജ് ഷൺമുഖ ഗ്ലോബൽ എയർപോർട്ട് ഓപ്പറേഷൻസ് ഹെഡ്. അപ്പൊ എയർ ഇന്ത്യ ജയറാം ഷൺമുഖത്തിനെ ഗ്ലോബൽ എയർപോർട്ട് ഓപ്പറേഷൻ ഹെഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. കന്യാദാൻ നോൺ എസെൻഷ്യൽ ഇൻ ഹിന്ദു മാരേജ്, അലഹബാദ് ഹൈക്കോർട്ട്. അപ്പൊ അലഹബാദ് ഹൈക്കോർട്ട് നമ്മുടെ ഹിന്ദു മാരേജില് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമായിരുന്നു കന്യാദാൻ. അപ്പൊ അതൊരു നോൺ എസെൻഷ്യൽ ഘടകമാണെന്ന് അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഇത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. കന്യാദാനം എന്ന് പറയുന്നത് അങ്ങനെ മാൻഡേറ്ററി ഒന്നുമല്ല. ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം അത്ര മാൻഡേറ്ററി ഒന്നും അല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ കോർട്ട് പറഞ്ഞത് സപ്തപടി, അതായത് 7 steps ഓർ 7 പേരാസ്, അത് മാരേജിലെ ഫണ്ടമെന്റൽ റിച്വർ ആണ്. സെക്ഷൻ 7 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം. പക്ഷെ ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലെന്നാണ് അവർ പറഞ്ഞത്. Sangeet Natak Academy to organize Shakti Festival of Music and Dance at 7 different Shakti Peeths in the country. കൺട്രിയിലെ 7 ഡിഫറെന്റ് ശക്തി പീഠങ്ങളിലായിട്ട് ശക്തി ഫെസ്റ്റിവൽ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് കണ്ടക്ട് ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ് സംഗീത് നാടക അക്കാദമി. അപ്പൊ 9th to 17th April വരെ നവരാത്രിയുടെ സമയത്താണ് ഇതവർ നടത്തുന്നത് 7 ഡിഫറെന്റ് ശക്തി പീഠങ്ങളിലായിട്ട്. ശക്തി ഫെസ്റ്റിവലിന്റെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് കാംഗ്യ ടെമ്പിളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുവാഹട്ടിയില്. പിന്നീട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ശക്തിപീഠ് മാ ഹർസിദി ടെമ്പിൾ ജയ്സിംഗ്പൂർ ഉജ്ജയിൻ. ഇതുപോലെ 51ഓളം ശക്തിപീഠങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ടു ഇവാലുവേറ്റ് ദ റിസ്ക് ഓഫ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്സ്. ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് 2 ടീം ഓഫ് എക്സ്പേർട്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്സിനെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ഗ്ലേഷ്യൽ ലേക്സിൽ നിന്നുള്ള വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത് മൂലം ഒത്തിരി ഡിസാസ്റ്റർ ഇവന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വസുധാര താൽ ഇൻ ചമോലി ഡിസ്ട്രിക്ട്, അതുപോലെ 4 lakes ഇൻ പിതോറ ഘർ ഡിസ്ട്രിക്ട്, മമ്പാൻ ലേക്ക്, അതുപോലെ പ്യുങ്കുരു ലേക്ക്, 2 അൺനെയിംഡ് ലേക്ക്, ഇത്രയാണ് അതിനകത്ത് കവർ ചെയ്യപ്പെടുന്നത്. ഇനി എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് എന്ന് നോക്കാം. ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കോണ്ടിനെന്റും എക്സെപ്റ്റ് ഓസ്ട്രേലിയ വെച്ച് ബാക്കി എല്ലാ കോണ്ടിനെന്റും ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് ബോഡി ഓഫ് വാട്ടർ വിത്ത് ഒറിജിനേറ്റ് ഫ്രം ഗ്ലേഷ്യൽ ആക്ടിവിറ്റി. ഗ്ലേഷ്യൽ ആക്ടിവിറ്റിയിലൂടെ ഒറിജിനേറ്റ് ചെയ്യുന്ന വാട്ടർ ബോഡീനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറയുന്നത്. ഗ്ലേഷ്യൽ ഇറോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ
ഒരു ഡിപ്രഷൻ, ഒരു ഗ്ലേഷ്യർ ക്രിയേറ്റ് ചെയ്ത ഡിപ്രഷനിൽ വെള്ളം നിറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്ലേഷ്യർ ലേക്സ് ഫോം ചെയ്യുന്നത്. So, in case the boundary around them breaks, huge amount of water rush down to the side of mountains, which could cause flooding in the downstream areas. ചില സമയങ്ങളിൽ ഇതിന് ബൗണ്ടറി ബ്രേക്ക് ആവും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ മൗണ്ടൈന്റെ സൈഡിലേക്ക് ഒഴുകി പോവുകയും അത് ഡൗൺസ്ട്രീമിലുള്ള ഏരിയാസിൽ ഫ്ലഡ് ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്തു. ഇതിനെയാണ് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യ റിസീവ്സ് fresh batch of IGLA-S air defense system from Russia to be deployed at LAC. LAC എന്ന് പറയുന്നത് line of control area ആണ്. അപ്പൊ ഇന്ത്യൻ ആർമി റിസീവ്ഡ് 24 IGLA-S man portable air defense system. മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണ് IGLA-S man എസ് എന്ന് പറയുന്നത്. ഇത് 100 മിസൈൽസ് അക്കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് ഓഫ് ദി സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് മേഡ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതായത് റഷ്യയിൽ നിന്ന് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എടുത്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെയാണ് ബാക്കിയുള്ള സിസ്റ്റംസ് ഒക്കെ മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഈ പ്രൊക്യൂർമെന്റിന്റെ എയിം എന്ന് പറയുന്നത് ആർമീസ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് കാപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുക. പർട്ടിക്കുലർലി ഹൈ മൗണ്ടൈൻ ടെറൈൻസിലൊക്കെ അതുപോലെ നോർത്തേൺ ബോർഡറിലൊക്കെ ഇതിന്റെ യൂസേജ് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. ഇനി IGLA-S എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണ് IGLA-S റഷ്യയിലാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഇറ്റ് ഇസ് നോട്ട് ദ വെസ്റ്റ് SA-24 Grinch. വെസ്റ്റ് സൈഡിൽ SA-24 Grinch എന്നാണ് അറിയപ്പെടുന്നത്. ഇത് റഷ്യൻ ആർമിയുടെ സർവീസിലേക്ക് വരുന്നത് 2004 അപ്പൊ ഇതിന് ലോ ഫ്ലൈങ് എയർക്രാഫ്റ്റിനെ ബ്രിങ് ഡൗൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ ഇതിന് എയർ ടാർഗറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും. അതായത് ക്രൂയിസ് മിസൈൽസിനും ഡ്രോൺസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ എഫക്റ്റീവ് റേഞ്ച് എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആണ്. ലിമിറ്റിംഗ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എഫക്റ്റീവ് ടാർഗറ്റ് ഡിസ്ട്രക്ഷൻ ഫോർ ദി IGLA-S കോംപ്ലക്സ് എന്ന് പറയുന്നത് 3.5 കിലോമീറ്റർ ആണ്. ലിമിറ്റിംഗ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഇഫക്റ്റീവ് ടാർഗറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 3.5 കിലോമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യസ് സെക്കൻഡ് ഗ്ലോബൽ പോർട്ട് ഇൻ സിഗ്വി, മ്യാൻമർ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യ പോർട്ട് ഗ്ലോബലിന്റെ ഒരു പ്രപ്പോസൽ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമറിലെ റഖായ് എന്ന് പറയുന്ന പ്രൊവിൻസില് കലാദൻ റിവറിലുള്ള സിഗ്വി എന്ന് പറയുന്ന പോർട്ട് ഇന്ത്യൻ ഓപ്പറേഷൻ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു പ്രപ്പോസലാണ് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. അത് അവർ അപ്രൂവ് ചെയ്തു. ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് സാഗർമാല ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു സബ്സിഡിയറി ആണ്. ഇത് യൂണിയൻ മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ സിഗ്വി പോർട്ട് ഓഫ് മ്യാൻമർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ ഇന്റർനാഷണൽ പോർട്ടാണ്. ആദ്യത്തേത് ഇറാനിലെ ചബഹാറിലുള്ള മഹേഷ്ടി പോർട്ടാണ്. ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആണ്. ചബഹാർ പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാകെ 2 ടെർമിനൽസിന്റെ കൺട്രോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സിഗ്വി പോർട്ടിലെ ഫുൾ കൺട്രോൾ ഇന്ത്യക്കാണ്. റീസെന്റ് ആണ് ഒരു ലോങ് ടൈം ലീസ് ഇവര് കരാർ ചെയ്തത്. അത് ഓരോ 3 വർഷം കൂടുമ്പോൾ അത് റിന്യൂ ചെയ്യണം. അതിന്റെ കൂടുതലായിട്ട് ഈ പോർട്ടിലേക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി റിസോഴ്സസും ഇവർ റേസ് ചെയ്യുന്നുണ്ട്. സിഗ്വി പോർട്ട് എന്ന് പറയുന്നത് റുഖായ് പ്രൊവിൻസ് ഓഫ് മ്യാൻമറിലെയാണ്. കലാദൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ സൈൻ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ ഒരു പോർട്ടിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പോർട്ടിന്റെ ഏറ്റെടുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊജക്ട് സിഗ്വി പോർട്ട്, മ്യാൻമറിലെ സിഗ്വി പോർട്ടിനെ നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള മിസോറാമിൽ കണക്ട് ചെയ്യാനാണ്. മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രൊജക്ട്സ് കൊണ്ടുവരുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് ലോജിസ്റ്റിക്കൽ കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ട് ത്രിപുര, മിസോറാം പോലുള്ള സ്റ്റേറ്റ്സിലേക്കുള്ള ലോജിസ്റ്റിക് കോസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കണക്ടിവിറ്റിയും സ്ട്രാറ്റജിക് ഡെവലപ്മെന്റൽ പ്രോഗ്രാംസും കൊണ്ടുവരുന്നത്. ഓക്കെ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് അതുപോലെ ആയുഷ് സബർനാഥ സ്നോവൽ ഇത് 9th May 2023 ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയും ഇന്ത്യയും ഒരു എക്കണോമിക് ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളിലാണ്. മെയിൻ ആയിട്ട് ചൈന വളരെ അഗ്രസീവ് ആയിട്ട് ന്യൂമറസ് പോർട്ടുകൾ ഓപ്പറേഷൻ അക്യൂർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് TSAT-IA, ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ടാറ്റ സൺസിന്റെ ആണ്, ഓൺലി ഓൺഡ് ആയിട്ടുള്ള ഒരു സബ്സിഡിയറി ആണ്. അത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബിൽഡ് ആയിട്ടുള്ള സബ്മീറ്റർ റെസൊല്യൂഷൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇപ്പൊ സാറ്റലോജിക് കമ്പനി ഓഫ് USA ആയി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. TSAT-IA എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ലോ ലാറ്റൻസി ഡെലിവറി.
സബ്മീറ്റർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 1x1 മീറ്ററിനേക്കാൾ കുറവുള്ള ഏരിയാസ്, അതിനേക്കാൾ സൈസ് കുറവുള്ള ഏരിയാസ് ക്യാപ്ചർ ചെയ്യാനും സാറ്റലൈറ്റ് സെൻസർ ഉപയോഗിച്ച് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതിനെയാണ് സബ്മീറ്റർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തത് കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ്, ഫ്ലോറിഡയിലെ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. TSAT-I എന്ന് പറയുന്നത് TASL വേമതൽ ഫെസിലിറ്റി കർണാടകയിലാണ് ഇത് അസംബിൾ ചെയ്തത്. ഇന്ത്യയിൽ ആർമഡ് ഫോഴ്സസ് ആയിരിക്കും ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് 11th ഏപ്രിൽ നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആണ്. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട അവയർനെസ്, ഡെലിവറിയുടെ സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ നാഷണൽ സേഫ് മദർഹുഡ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഡേ എന്ന് പറയുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ കമ്മമറേറ്റ് ചെയ്യുന്നത്. കസ്തൂർബ ഗാന്ധി നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വൈഫാണ്. നെക്സ്റ്റ് 11th ഏപ്രിൽ വേൾഡ് പാർക്കിൻസൺസ് ഡേ കൂടിയാണ്. അപ്പോൾ ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പാർക്കിൻസൺ ഡിസീസ് കണ്ടുപിടിച്ചതും അതിന്റെ കേസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും ആ കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് വേൾഡ് പാർക്കിൻസൺസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1817 മുതൽ തന്നെ അദ്ദേഹം an essay on the shaking palsy എന്ന് പറയുന്ന ഒരു എസ്സേ പബ്ലിഷ് ചെയ്തുകൊണ്ട് അതിലാണ് ഈ കണ്ടീഷനെ കുറിച്ച് വിവരിച്ചത്. പിന്നെ എന്താ പാർക്കിൻസൺസ് ഡിസീസ് എന്നും കൂടെ നോക്കാം. ഇതൊരു പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസീസ് ആണ്. നെർവസ് സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. നമ്മുടെ നെർവ് കൺട്രോൾ ചെയ്യുന്ന ബോഡി പാർട്സിനെയാണ് ഇത് അഫക്ട് ചെയ്യുക. ഇപ്പൊ പേഷ്യൻസിന് അവരുടെ മൂവ്മെന്റ്സിലോ ബോഡി ബാലൻസിലോ ഒന്നും യാതൊരു തരത്തിലുള്ള കൺട്രോളും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിന്റെ ക്യൂർ ഒന്നും തന്നെ ഇല്ല. ഇത് നെർവ് സെൽസിന്റെ ഡീജനറേഷൻ വഴിയാണ് ഉണ്ടാവുന്നത്, മെയിൻ ആയിട്ട് ബ്രെയിനിലെ നെർവ് സെൽസ്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻഷ്യൽ നൈഗ്ര എന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ഇതാണ് മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം. അപ്പൊ അവിടെ അതാണ് അതിന്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. 9th ഏപ്രിൽ CRPF 59th ബ്രേവറി ഡേ 2024. ഇപ്പൊ April 9, 1965 ഒരു സ്മോൾ കണ്ടിൻജന്റ് CRPFന്റെ സക്സസ്ഫുള്ളി fought and repulsed an attack by a Pakistani brigade on Sardar Post in Rann of Kutch, Gujarat. In this conflict, 6 CRPF men also attained martyrdom. സോ നമ്മളുടെ പാകിസ്ഥാന്റെ സൈഡിൽ, ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ചിന്റെ സൈഡിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നമുക്ക് ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ നമ്മൾ അത് സക്സസ്ഫുൾ ആയിട്ട് അതിനെ എതിർത്ത് നിൽക്കുകയും അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ 6 CRPF ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി. അപ്പൊ അവർക്കൊരു ട്രിബ്യൂട്ട്, അതായത് ആ ബ്രേവ് മാൻ എന്ന ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് വാല്യൂ ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തത്. ഇന്ത്യസ് നോമിനി ജഗ്ജിത് പവാഡിയ റീഇലക്ടഡ് ടു ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ്. ഇന്ത്യയുടെ നോമിനി ആയിട്ടുള്ള മിസ് ജഗ്ജിത് പവാഡിയ UN-ന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലെ വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഒരു മെമ്പർ ആയിട്ട്. 3rd ടേം ആണ് അവരുടെ. 2025 മുതൽ 2030 വരെ ആയിരിക്കും ഒരു ടേം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ മിസ് പവാഡിയ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ നിന്ന് കരസ്ഥമാക്കിയിരുന്നു. ഹരീന്ദ്ര സിംഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് നാഷണൽ വുമൻസ് ഹോക്കി കോച്ച്. ഫോമർ ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയിട്ടുള്ള, അതുപോലെ ദ്രോണാചാര്യ അവാർഡി ആയിട്ടുള്ള ഹരീന്ദ്ര സിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീമിന്റെ പുതിയ കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹരീന്ദ്ര റീപ്ലേസ്ഡ് ഡച്ച് കോച്ച് ജനീക്കി സ്കോപ്മാൻ. അപ്പൊ അദ്ദേഹം ലാസ്റ്റ് മന്ത് റിസൈൻ ചെയ്തിരുന്നു. അപ്പോ പാരീസ് ഒളിമ്പിക്സിലേക്ക് ടീമിന് ക്വാളിഫിക്കേഷൻ ഫെയിലിയർ ആയതിനെ തുടർന്ന് അപ്പോ പുതിയ ഹോക്കി കോച്ചിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സൈമൺ ഹാരിസ് ബിക്കെയിംസ് അയർലൻഡ്സ് ന്യൂ പ്രൈം മിനിസ്റ്റർ. അപ്പൊ അയർലൻഡിന്റെ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ കിട്ടിയിരിക്കുകയാണ്, സൈമൺ ഹാരിസ്. അയർലൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ്. ലിയോ വറാഡ്കറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മിഖായിൽ ഡി ഹിഗിൻസ് ആണ്. ജോർജ് ലൂക്കാസ് ടു റിസീവ് ഹോണററി പാൽമെ ഡോർ അറ്റ് 2024 കാനൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ ഹോളിവുഡ് വെറ്ററൻ ജോർജ് ലൂക്കാസ് അദ്ദേഹത്തിന് ഹോണററി ആയിട്ട് പാൽമെ ഡിയോർ 2024 കാനൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ലൂക്കാസ് എന്ന് പറയുന്നത് ബെസ്റ്റ് നോൺ ഫോർ ക്രിയേറ്റിംഗ് ദി ലോങ് റണ്ണിംഗ് ആൻഡ് സ്മാഷ് ഹിറ്റ് franchises Star Wars and Indiana Jones. Okay. The 77th edition of Cannes Film Festival ആണ് നടന്നത്. May 14 മുതൽ 25 വരെ കാൻസ് ഫ്രാൻസിലാണ് നടന്നത്. Fight against climate change is interlinked to Article 21 and 14 Supreme Court. അപ്പൊ
റീസെന്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യമാണ് റൈറ്റ് ടു ബി ഫ്രീ ഫ്രം അഡ്വേഴ്സ് എഫക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതും ഒരു ഡിസ്റ്റിങ് റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഈ കോർട്ട് പറഞ്ഞത് ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് റൈറ്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ ജഡ്ജ്മെന്റ് പറയുന്നത് എൻഡേഞ്ചേർഡ് ഗ്രേറ്റ് ഇന്ത്യൻ കസ്റ്റാർഡ് സ്പീഷീസിന്റെ സർവൈവലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ജഡ്ജ്മെന്റിലാണ് ഇത്തരം കാര്യം പറഞ്ഞത്. ഈ ഓർഡറിൽ പറയുന്നത് എക്സ്പെർട്ട് കമ്മിറ്റീനെ കൊണ്ടുവന്നു. ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ബേർഡ് സ്പീഷീസിനെ കുറിച്ച് പഠിച്ചു, അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിനെ ഫ്ലൈറ്റ് റൂട്ട്സിനെ കുറിച്ച് പഠിച്ചു. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കസ്റ്റാർഡ് അവരുടെ ഫ്ലൈറ്റ് റൂട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പവർ ട്രാൻസ്മിഷൻ ലൈനുമായി കൊളൈഡ് ചെയ്യുന്നുണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിലും. അങ്ങനെയാണ് അവർക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എതിരെ ഒരു കമ്മിറ്റീനെ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റീനെ വെച്ച് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കേസ് ഓഗസ്റ്റ് 2024 ഫർദർ ഹിയറിംഗിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 21 അതുപോലെ ആർട്ടിക്കിൾ 14 ഇതിലെ രണ്ടിനും റൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു ഇതുമായിട്ട് ഒരു ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ചന്ദ്രചൂഡ് ലൈഫ് ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ക്ലീൻ സ്റ്റേബിൾ എൻവയോൺമെന്റിൽ ഇല്ലാതെ അത് ഫുൾഫിൽ ആവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. ഈ ജഡ്ജ്മെന്റിൽ റൈറ്റ് ടു ഹെൽത്തി എൻവയോൺമെന്റ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു റൈറ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്, ഒരു ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നുണ്ടെന്നാണ് ഈ ജഡ്ജ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റൈറ്റ് ടു ഹെൽത്ത് അത് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് റൈറ്റ് ടു ലീവ് അണ്ടർ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21ന്റെ റൈറ്റ് ടു ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ, അതുപോലെ വെക്ടർ ബോൺ ഡിസീസസ്, ടെമ്പറേച്ചർ റൈസ് ആവുന്നത്, ഡ്രോട്ട്, ഫുഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ്, ക്രോപ്പ് ഫെയിലിയർ, സ്റ്റോംസ്, ഫ്ലഡിങ്, ഇതിന്റെയൊക്കെ ഇമ്പാക്ടിന് എതിരെ നമുക്ക് റൈറ്റ് ടു ഹെൽത്ത് ഉണ്ടെന്നാണ് ആ ഒരു ജഡ്ജ്മെന്റിലൂടെ പറയുന്നത്. ഓക്കെ, കൂടാതെ അൺകൺസേൺഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് ക്ലൈമറ്റ് ചേഞ്ചിനോട് അഡാപ്റ്റ് ആകാനുള്ള ഇന്നബിലിറ്റി വരുന്നത് റൈറ്റ് ടു ലൈഫിന്റെ വയലേഷനിലേക്കാണ് നയിക്കുന്നതെന്നും പറഞ്ഞു. കൂടാതെ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് എതിരെയാണെന്നും പറഞ്ഞു. കൂടാതെ ക്ലൈമറ്റ് ചേഞ്ചും ഹ്യൂമൻ റൈറ്റും തമ്മിലുള്ള ഇന്റർ കണക്ഷനെ കുറിച്ചും ആ ഒരു ജഡ്ജ്മെന്റിൽ അവർ കോട്ട് ചെയ്യുകയുണ്ടായി. റൈറ്റ് ടു ഹെൽത്ത്, ഇൻഡിജിനിയസ് റൈറ്റ്, ജെൻഡർ ഇക്വാലിറ്റി, റൈറ്റ് ടു ഡെവലപ്മെന്റ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റിൽ പോളിസി, റൂൾസ്, റെഗുലേഷൻസ് ഒന്നും അല്ലാതെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അഡ്വേഴ്സ് എഫക്ട് അത് ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു അംബ്രല്ല ലെജിസ്ലേഷന്റെ കീഴിൽ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നും ഈ ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ട കൺസേൺസ് പരിഗണനയിൽ വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. India has second most hepatitis B and C cases after China, WHO report. WHOന്റെ 2024 ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് കേസസ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉള്ളത് 2022 ആഫ്റ്റർ ചൈനയാണ് ഒന്നാമത് നിൽക്കുന്നത്. അപ്പൊ ടോട്ടൽ 3.5 crore കേസസ് ഇന്ത്യയിൽ 11.6% ഓഫ് ടോട്ടൽ ഡിസീസ് ബേർഡൻ ആണ് ഗ്ലോബലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലാമേഷൻ ആണ്, ലിവർ ഇൻഫ്ലാമേഷൻ ആണ്. ഇത് കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇത് വളരെ ഫാറ്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. 5 മെയിൻ സ്ട്രെയിൻസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണുള്ളത്, A, B, C, D and E. അപ്പോ എല്ലാം തന്നെയും ലിവർ ഡിസീസ് കോസ് ചെയ്യും. പക്ഷെ ഇവർ ഡിഫറെന്റ് ആയിരിക്കുന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതുപോലെ ഇവരുടെ ഇന്നസിലുള്ള സെവിയറിറ്റിയും ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനും പ്രിവെൻഷൻ മെത്തേഡൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ പർട്ടിക്കുലർലി നോക്കുകയാണെങ്കിൽ ടൈപ്പ് ബി ആൻഡ് സി എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസസ് ആണ്. 100 millions ഓഫ് പീപ്പിൾസിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് കോമൺ കോസ് ഫോർ ലിവർ സിറോസിസ്, അതുപോലെ ലിവർ ക്യാൻസർ, അതുപോലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് റിലേറ്റഡ് ഡെത്ത്. 12th April ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. അപ്പോ the occasion commemorate the first space flight, Vostok 1 and Soviet cosmonaut Yuri Gagarin, the first woman being space in 1961. 2024 തീം എൻകറേജിംഗ് സയന്റിഫിക് ക്യൂരിയോസിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഹ്യൂമൻസ് സ്പേസിലേക്ക് ഫ്ലൈ ചെയ്തു. യൂറി ഗഗാറിൻ ആയിരുന്നു ആദ്യത്തെ വുമൺ. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനാചരണമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ പ്രമേയം എൻകറേജിംഗ് സയന്റിഫിക് ക്യൂരിയോസിറ്റി എന്നുള്ളതാണ്. മഹാത്മാ ജ്യോതിറാവോ ഫൂലെ ബർത്ത് ആനിവേഴ്സറി. അപ്പൊ 11th April ആണ് മഹാത്മാ ജ്യോതിറാവോ ഫൂലെ ജനിച്ചത്. 1827 പ്രസന്റ് ഡേയിലെ മഹാരാഷ്ട്രയില് മാലി കാസ്റ്റിലാണ് അദ്ദേഹം ഉൾപ്പെടുന്നത്.
വെജിറ്റബിൾ ഫാമേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് അത്. മേജർ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് തൃതീയ രത്ന 1855, അതുപോലെ ഗുലാംഗിരി 1873. ഇപ്പൊ ഫോമർ സത്യശോധക് സമാജ് ഫോം ചെയ്തത് 1873. മരിച്ചത് 28 നവംബർ 1890. Prime Minister Narendra Modi ji becomes first PM after Indira Gandhi ji to feature on Newsweek cover. Newsweek coverൽ വരുന്ന രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി. ആദ്യം വന്നത് ഇന്ദിരാഗാന്ധിജിയാണ്. അപ്പൊ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിജി ന്യൂസ് വീക്കിന്റെ 1966 ഏപ്രിൽ ഇഷ്യൂവിൽ വന്നിരുന്നു. ന്യൂസ് വീക്ക് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ബേസ്ഡ് മാഗസിൻ ആണ്. ഓക്കെ. HDFC becomes first private bank to open branch in Lakshadweep. ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് എന്ന് പറയുന്നത് കാവറട്ടി ഐലൻഡില് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. ആദ്യമായിട്ട് ഒരു യൂണിയൻ ടെറിട്ടറിയിൽ ബ്രാഞ്ച് തുടങ്ങുന്ന ഒരു പ്രൈവറ്റ് ബാങ്ക് ആണ് HDFC എന്ന് പറയുന്നത്. സുശീൽ ശർമ്മ അപ്പോയിന്റഡ് CMT ഓഫ് SJVN ലിമിറ്റഡ്. SJVN എന്ന് പറയുന്നത് ഒരു മിനിരത്ന കമ്പനിയാണ്. ഫോമർലി സത്ലജ് ജൽ വിദ്യുത് നിഗം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു ഇന്ത്യൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനും ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. 1988 നദ്ബ ചാക്രി പവർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് ഓഫ് ഹിമാചൽ പ്രദേശിന്റെയും ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. നെക്സ്റ്റ്, മാരി കോം സ്റ്റെപ്സ് ഡൗൺ ആസ് പാരീസ് ഒളിമ്പിക്സ് ഷെഫ് ഡി മിഷൻ. ഇപ്പൊ 6 ടൈം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ബോക്സർ മാരി കോം ഇന്ത്യയുടെ ഷെഫ് ഡി മിഷന് വേണ്ടിയിട്ട് അപ്കമിങ് പാരീസ് ഒളിമ്പിക്സിലേക്ക് പോയിരിക്കുകയാണ്. ചില പേഴ്സണൽ റീസൺസ് കാരണമാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. Earlier, table tennis star Sharad Kamal, who will head into his 6th Olympics, was named as the male flag bearer. അദ്ദേഹമാണ് മെയിൽ ഫ്ലാഗ് ബെയർ ആയിട്ട് നെയിം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. UK's first woman High Commissioner to India, ലിൻഡി കാമറോൺ. ലിൻഡി കാമറോൺ UKയിലെ ചീഫ് ഓഫ് സൈബർ സെക്യൂരിറ്റി ആണ്. അവര് ഇന്ത്യയിലേക്ക് വരുന്ന ആദ്യത്തെ ഫസ്റ്റ് വുമൺ ഹൈ കമ്മീഷണർ ആണ് UKയിലെ. All We Imagine as Light will be first Indian film to compete at Cannes Film Festival in 30 years. For writer, director ആയിട്ടുള്ള കയാൽ ത്രിപാഠിയുടെ ഡെബ്യൂട്ട് ഫീച്ചർ ഫിലിം ആണ് All We Imagine as Light എന്ന് പറയുന്നത്. ഇപ്പൊ ഷാജി എൻ കറൂണിന്റെ സ്വഹം 1994 അതുപോലെ പാമിഡിയോ അവാർഡ് എന്ന് പറയുന്ന ഗോൾഡൻ പാം എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ ആദ്യമായിട്ട് വോൺ ചെയ്തിരുന്നു. അതിനുശേഷം 30 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ ഫിലിം കാനൻസ് ഫിലിം ഫെസ്റ്റിവലിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ചേട്ടൻ ആനന്ദ് നീച്ച നഗർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫിലിമാണ് പാമിഡി ഓർ അറ്റ് കാനൻസ് ഫിലിം ഫെസ്റ്റിവലിൽ 1946 അത് ആ അവാർഡ് നേടുന്നത്. JNU IIMS among top institutions in QS World University Rankings by Subject 2024. ഇപ്പൊ 69 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് QS World University Rankingsൽ വന്നിട്ടുണ്ട് ബൈ സബ്ജക്ട്. ഈ റാങ്കിങ് കംപ്രൈസ് ചെയ്തിരിക്കുന്ന 1559 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ ക്വാക്വർലി സിമ്മൺസ് അതാണ് QS എന്ന് പറയുന്നത്. അത് റിനൗണ്ട് ഹൈ എഡ്യൂക്കേഷൻ അനലിറ്റിക്സ് ആണ്. അത് ലണ്ടൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പൊ JNU എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹയസ്റ്റ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി 28th സ്പോട്ട് ഗ്ലോബലി ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അതാണ് IIM അഹമ്മദാബാദിലാണ്. അത് ടോപ്പ് 25 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നുണ്ട് ബിസിനസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസിന്. IIM ബാംഗ്ലൂരും കൽക്കട്ടയും ടോപ്പ് 50 തന്നെ ഉണ്ട്. സവീദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സയൻസ് ചെന്നൈ 24th പൊസിഷൻ ഗ്ലോബലി നേടിയിട്ടുണ്ട്. India is the second most represented country in Asia for the number of ranked universities after mainland China. ചൈനയ്ക്ക് ശേഷം കൂടുതലായിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഉള്ള കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയിൽ 4th പൊസിഷൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് റാങ്ക്ഡ് എൻട്രീസിൽ വരുന്നത് 554. ചൈനയ്ക്ക് 1041, ജപ്പാൻ 510, സൗത്ത് കൊറിയ 499. ഇതിൽ 16% ഗ്രോത്ത് ആണ് ഇന്റർനാഷണൽ റിസർച്ച് നെറ്റ്വർക്ക് ഇൻഡിക്കേറ്റർ പറയുന്നത്. ഇപ്പൊ QSന്റെ പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് റാപ്പിഡ്ലി എക്സ്പാൻഡിംഗ് റിസർച്ച് സെന്റർ ആണ്. 2017 മുതൽ 2022 വരെ നോക്കുകയാണെങ്കിൽ അതിന്റെ റിസർച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 54% സർജ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ വേൾഡിലെ തന്നെ 4th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റിസർച്ച് ജനറേറ്റിംഗ് 1.3 മില്യൺ അക്കാദമിക് പേപ്പേഴ്സ് ഇൻ ദ പീരീഡ്. ഇപ്പൊ ഓൺലി ചൈനയാണ് 4.5 മില്യൺ വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 4.4 മില്യൺ ആണ്.
യുണൈറ്റഡ് കിങ്ഡം 1.4 മില്യൺ ആണ്. അതിനേക്കാൾ കുറച്ച് കുറവ് മാത്രമേ ഇന്ത്യക്ക് വരുന്നുള്ളൂ. കാൻഡിഡേറ്റ്സ് ഹാവ് റൈറ്റ് ടു പ്രൈവസി ഫ്രം വോട്ടേഴ്സ്. സുപ്രീം കോർട്ട്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു കാൻഡിഡേറ്റ്സിന് candidates contesting elections need not disclose each and every movable property owned by them or their dependents. അതായത് അവരുടെ ഡിപ്പെൻഡൻസും അവരുടെ എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടിയും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാൻഡിഡേറ്റ്സിന് പ്രൈവസി ആവശ്യമാണ്. അവരുടെ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും കാണിക്കേണ്ടതില്ല എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോ ഒരു വോട്ടറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അവരുടെ കാൻഡിഡേറ്റിന് എത്രത്തോളം അസറ്റ് ഉണ്ട് എന്ന് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ കാൻഡിഡേറ്റിന് റൈറ്റ് ടു പ്രൈവസി ഉപയോഗിച്ചുകൊണ്ട് ഈ കാൻഡിഡേച്ചറിന്റെ ഇറലവന്റ് ആയിട്ടുള്ള മാറ്റേഴ്സിലേക്കൊന്നും ഇടപെടാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. ജസ്റ്റിസ് അനിരുദ്ധ ബോസ് അതുപോലെ സഞ്ജയ് കുമാർ ഇവരുടെ ഈ ജസ്റ്റിസുകളുടെ ബെഞ്ചാണ് അത് കാൻഡിഡേറ്റ്സിന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ചോയ്സ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, so such non-disclosure would not amount to a defect of substantial nature. Defect of substantial nature ആയിട്ട് ഈ നോൺ ഡിസ്ക്ലോഷറിനെ കണക്കാക്കില്ല എന്ന് സെക്ഷൻ 36 ഓഫ് 1951 ആക്ട് പ്രകാരം. ഓക്കെ, ഗോപി ചന്ദ് തൊത്താക്കുറ സെറ്റ് ടു ബി ദ ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ്. ഗോപി ചന്ദ് തൊത്താക്കുറ ഒരു എന്റർപ്രണർ ആണ്, പൈലറ്റ് ആണ്. അദ്ദേഹം ആമസോൺ ഫൗണ്ടർ ജെഫ് ബെസോൺസ് സ്പേസ് കമ്പനി ആയിട്ടുള്ള ബ്ലൂ ഒറിജിൻസ് ന്യൂസ് ഷിപ്പാർഡ് 25 മിഷനിലെ 6 ക്രൂ മെമ്പേഴ്സിൽ ഒരാളാണ്. തത്താക്കുറ എന്ന് പറയുന്നത് പോയിസ്ഡ് ടു ജോയിൻ ദ എസ്റ്റീംഡ് ഗ്രൂപ്പ് ഓഫ് 31 പീപ്പിൾ ഹു ഹാവ് സർപാസ്ഡ് ദ കർമാൻ ലൈൻ വയ ദ ന്യൂ ഷെപ്പാർഡ് പ്രോഗ്രാം. ഈ ഷെപ്പാർഡ് പ്രോഗ്രാം വഴി കർമാൻ ലൈൻ സർപാസ് ചെയ്യുന്ന 31 പീപ്പിൾസിൽ ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഈ തത്താക്കുറ. കർമാൻ ലൈൻ എന്ന് പറയുന്നത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്പേസ് ബൗണ്ടറി ആണ്. അതൊരു 100 കിലോമീറ്റർ എർത്തിൽ നിന്ന് മുകളിലോട്ടുള്ള ആൾട്ടിറ്റ്യൂഡിലാണ് വരുന്നത്. നെയിംഡ് ആഫ്റ്റർ തിയോഡർ വോൺ കർമാൻ. തിയോഡർ വോൺ കർമാന്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഹംഗേറിയൻ അമേരിക്കൻ എഞ്ചിനീയറും ഫിസിസ്റ്റും ആണ്. ലോകേഷ് മുനി ഓണേർഡ് വിത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഗോൾഫ് വോളണ്ടിയർ സർവീസ് അവാർഡ്. അപ്പോ ജെയിൻ ആചാര്യ ആയിട്ടുള്ള ലോകേഷ് മുനി അദ്ദേഹത്തിന് ആദ്യത്തെ ഇന്ത്യൻ മോങ്ക് ആണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ മോങ്ക് ആണ്. അദ്ദേഹം പബ്ലിക് ഗുഡിലേക്കും ഹ്യൂമാനിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ അവാർഡ് കൊടുത്തത്. ആചാര്യ ലോകേഷ് മുനി എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ആയിട്ടുള്ള അഹിംസ വിശ്വഭാരതിന്റെ ഒരു ഫൗണ്ടർ ആണ്. വേൾഡ് പീസ് സെന്റർ ആൻഡ് ദ വേൾഡ് പീസ് സെന്റർ ഇൻ ഇന്ത്യ. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വോളണ്ടിയർ സർവീസ് അവാർഡ് എന്ന് പറയുന്നത് 2003 എസ്റ്റാബ്ലിഷ് ചെയ്തത് ജോർജ് ബുഷിന്റെ പ്രസിഡൻസിയുടെ കാലത്ത്. ജെയിൻ ആചാര്യ ലോകേഷ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടും. അതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓർഡർ, ഒരു ഗോൾഡൻ ഷീൽഡ്, സൈറ്റേഷൻ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സൈറ്റേഷൻ ഉള്ള ഒരു ചെറിയ ലെറ്ററും കൂടെ അദ്ദേഹത്തിന് കിട്ടും. സാറോസ് ചന്ദ്രയാൻ 3 ടീം റിസീവ്സ് ജോൺ എൽ ജാക്ക് സ്പിഗർട്ട് JR അവാർഡ് അറ്റ് സ്പേസ് സിംപോസിയം. ഒരു ടോപ്പ് അവാർഡാണ്. US ബേസ്ഡ് സ്പേസ് ഫൗണ്ടേഷന്റെ ഒരു ടോപ്പ് അവാർഡാണ് ഇത്. ഇതൊരു ആനുവൽ അവാർഡാണ്. സ്പേസ് ഏജൻസികൾക്കും കമ്പനികൾക്കും കൺസോർട്ടിയത്തിനുമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പേസ് എക്സ്പ്ലോറേഷനും ഡിസ്കവറിക്കും വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയാണ്. എല്ലാ വർഷവും ഏപ്രിൽ 14 ഇന്ത്യൻ കമ്മോമറേറ്റ് ആയിട്ടുള്ള ഇന്ത്യയില് അംബേദ്കർ ജയന്തി ആയിട്ട്, അതായത് ഡോക്ടർ BR അംബേദ്കറിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ കമ്മോമറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബാബാ സാഹിബ് എന്നാണ് അദ്ദേഹം പോപ്പുലർലി അറിയപ്പെടുന്നത്. ഈ ഡേ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു സെലിബ്രേഷൻ മാത്രമല്ല, അദ്ദേഹം ഒരു വിഷണറി ലീഡർ ആയിരുന്നു. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആർക്കിടെക്ട് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അംബേദ്കർ ജയന്തി നമ്മൾ ഏപ്രിൽ 14 സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.